പാർവതിയെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ജൂബിലി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് കാണുന്നത്. പിന്നീട് കുറച്ച് കോണ്ടാക്റ്റ് ഫോണിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അത് കാലക്രമേണ ഒരു കോഴ്സൊക്കെ തീർന്നപ്പോഴത്തേനും ഒരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചപ്പം ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. ഓക്കെ. ആളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളിക്കാരി കുറച്ച് ഫണ്ണാണ്. എല്ലാ കാര്യത്തിനെയും കുറച്ചുകൂടെ ഫണ്ണായിട്ട് എടുക്കും. സീരിയസ് മാറ്റേഴ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, എന്നാലും ഓവർ സീരിയസ്ഡ് ആകത്തില്ല, അതിനെപ്പറ്റി ഓവർ കൺസേൺ ആകത്തില്ല. ഒരു കൂൾ മൈൻഡാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പത്തനംതിട്ട ജില്ല ഇതുവരെ വന്നിട്ടുമില്ല, പത്തനംതിട്ട ഇന്നവരെ വിസിറ്റ് ചെയ്തിട്ടുമില്ല. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഫസ്റ്റ് ടൈമാണ് പത്തനംതിട്ടയിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ കൺട്രി ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തു. അപ്പം ജർമ്മനിയിൽ 1.5 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കാണുന്നത്. അപ്പം കണ്ടു, എല്ലാം ഓക്കെ ആക്കി. പിന്നെ ഇതേപോലെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി നമ്മൾ കല്യാണത്തിലേക്ക്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവസത്തിനെ പറ്റിയിട്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്ക് ഇന്ന് എൻ്റെ കല്യാണമാണെന്നോ അങ്ങനെ ഇത് തോന്നുന്നുമില്ല. திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே, ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேன் அடி. இருக்கும்